ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സവാളയും തക്കാളിയും കൊണ്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി ഉണ്ടാക്കാം. ഇത് സിമ്പിളാണ്, അധികം ചേരുവകളൊന്നും വേണ്ട, എന്നാലും ദോശയ്ക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. ആദ്യം സവാള അരിഞ്ഞ് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് ചുമക്കുന്നത് വരെയും വഴറ്റാം. അതിനുശേഷം അതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഞാൻ 2 മീഡിയം സൈസ് സവാളയും 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റാം. അതിനുശേഷം അത് മൂടി വെച്ച് വേവിക്കാം. 2 മിനിറ്റ് മൂടി വയ്ക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിടാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാകില്ല. ഒരു 2 മിനിറ്റും കൂടെ വേകാനായിട്ട് വയ്ക്കാം. വീണ്ടും ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫാക്കി അത് ചൂടാറാൻ വയ്ക്കാം. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അത് മിക്സിയുടെ ബൗളിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയും കൊണ്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിലും ഇത് നല്ല രുചികരമായ ഒരു ചട്നിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. Thank you.